ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നിന്റേതായിട്ട് ഒരു സാധനം പോലും ഇവിടെ ഉണ്ടാവരുത്. ഉണ്ടായാലേ ആ പേരും പറഞ്ഞ് പിന്നെ നീ ഇങ്ങോട്ട് വരും. കൊണ്ടുവയ്ക്കോ, പിടിക്കണേ, പിടിക്കാൻ ഇറങ്ങി വയ്ക്കോ. ഇറങ്ങാൻ ഇനി എടുത്തി പറ, ഉർവശിക്ക് കുശുംബ ഭ്രാന്ത, അതുകൊണ്ടാ ഇത്തരം കാഴ്ചകൾ ഉണ്ടാക്കി പറയുന്നതെന്ന്. നാഴികയ്ക്ക് 40 വട്ടവും നല്ലവളെന്ന് ഏട്ടനും ഏട്ടത്തിയും പറയുന്ന അതേ രാധിക തന്നെയാ ഇപ്പൊ കൺമുന്നിൽ നിന്നും പോയത്. എത്രയോ നാളുകളായിട്ട് ഈ ഒളിച്ചുകളി ഇവിടെ നടക്കുന്നു. അവള് മിടിക്കുക ഏട്ടത്തി. പ്രിയങ്കയും വരുണും തമ്മില് അടുക്കാത്തതിന്റെ പ്രധാന കാരണം ഇവളാ. സ്വന്തം അനുജത്തിയുടെ ഭർത്താവിനെ സ്വാധീനിച്ച് കണിമംഗലത്തേക്ക് കേറി വരാനാ അവളുടെ ഉദ്ദേശം. ഏട്ടത്തിക്കും ഏട്ടനൊക്കെ സമ്മതമാണെങ്കിൽ അങ്ങനെ വധിച്ചു കൊടുക്ക്. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു പുരുഷന് 2 ഭാര്യയെന്നങ്ങ് സമ്മതിച്ചു കൊടുക്കണം. പുതിയ നാണക്കേടുകളുടെ ആരംഭം കണിമംഗലത്തുനിന്ന് തന്നെ ആവട്ടെ. മതി. ഇതെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. കണിമംഗലത്തുണ്ടായ ഈ നാണക്കേട് ഒരു കുഞ്ഞു പോലും അറിയാതെ പരിഹരിക്കണം. ഉർവശി വന്നേ, വാ. എന്താ അമ്മേ, എന്തെങ്കിലും വേണോ? വേണം. എന്താ? ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് നീ തരുമെന്ന് ഉറപ്പല്ലേ? കണിമംഗലത്തുള്ളവരെ മുഴുവൻ ജീവനോടെ കൊല്ലാൻ എന്താ ചെയ്യേണ്ടത്? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേടി? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഞാൻ അവിടെ. ആരുടെ കൂടെയായിരുന്നു? ഏട്ടത്തി ചോദിച്ച ചോദ്യം കേട്ടില്ലേ? മറുപടി പറയാൻ. വരുൺ നിന്റെ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? വരുൺ നിന്റെ ആരാണെന്ന്. നിന്റെ അനുജത്തിയുടെ ഭർത്താവ്. അതല്ലേ നിനക്ക് അവനുമായിട്ടുള്ള ബന്ധം? അതോ അതിൽ കൂടുതൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മിണ്ടരുതും. ഒഴിഞ്ഞു മാറാനോ നിഷേധിക്കാനോ നീ നോക്കണ്ട. നീ എന്റെ മകനോട് ചേർന്ന് നിൽക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്നെ മരുണിനെയും ചേർത്ത് എന്തോ സംശയം ഉർവശി പറഞ്ഞപ്പോ ഞാൻ ആദ്യം കളിയാക്കി, പിന്നെ ദേഷ്യപ്പെട്ടു. പക്ഷേ അപ്പോഴൊക്കെ നീ ഉള്ളിൽ ചിരിക്കുകയായിരുന്നല്ലേ? ഞങ്ങളെ എല്ലാവരും ഒരുപോലെ മണ്ടന്മാരാക്കിയിട്ട്. നിൽക്കുന്ന നിൽപ്പാണ്ടില്ലേ? പറയാൻ എന്തൊക്കെ കേമത്തരങ്ങളാ. കൃഷ്ണഭക്ത, ആരെ നോവിക്കാത്തവള്, ആറ്റുവശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ പൊന്നുപുത്രി, എന്നിട്ട് കയ്യിലിരിപ്പോ. ദേ, നിന്നെ കുറിച്ച് ആകാശത്തോളം പ്രതീക്ഷയായിരുന്നു എനിക്ക്. ഇങ്ങനൊരു കാര്യം നീ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിനക്കൊരു കുടുംബമില്ലേടി? ആവർത്തിച്ച് ആ കുടുംബത്തെ കുറിച്ച് നീ പറയാറുണ്ടല്ലോ. അതുപോലൊരു കുടുംബം ഈ കണിമംഗലമൊന്നും നിനക്ക് ചിന്തിക്കാൻ പറ്റിയില്ലേ? ഈ ലോകത്ത് വേറെ എത്രയോ ആണുങ്ങളുണ്ട്. അനുജത്തിയുടെ ഭർത്താവിനോട് തന്നെ വേണമായിരുന്നു നിന്റെ. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അടിച്ചവളെ കരണം പൊട്ടിക്കേടത്തി. എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടും നിഷേധിക്കുന്ന കണ്ടില്ലേ? അവള് പറയുന്നത് കേട്ടാ തോന്നുമല്ലോ വരുൺ അവളെ കയറി പിടിച്ചൂന്ന്. എനിക്ക് എന്റെ കുടുംബം വലുതാ, ഇവിടെയുള്ളവരുടെ ജീവൻ വലുതാ. അതിനൊരു തടസ്സമായിട്ട് നീ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഇറങ്ങിപ്പോക്കണം ഇവിടുന്ന്.
ഇനി എന്റെ മകനുമായി ഫോണിൽ പോലും ഒരു വാക്ക് നീ സംസാരിച്ചു എന്നറിഞ്ഞ ഞാൻ നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് അങ്ങ് വരും. നിന്റെ പാവപ്പെട്ട അച്ഛനില്ലേ, ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനി, അദ്ദേഹത്തോട് ഞാനിതൊക്കെ വിളിച്ചങ്ങ് പറയും. പിന്നെ നിന്നെ കൊല്ലുവാണോ ജീവിപ്പിക്കാണോ വേണ്ടതെന്ന് അങ്ങനെ തീരുമാനിക്കട്ടെ. ഇറങ്ങാൻ നോക്കിക്കോ. കണിമംഗലത്തെ ഇനി നിന്റെ ഐശ്വര്യം വേണ്ട. ആ ഞാൻ പൊയ്ക്കോളാം. ഞാൻ എന്താ പറഞ്ഞാലും നിങ്ങളാരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സിലൊരു സത്യം ഉണ്ടമ്മേ. ഇനി നീ അത് കണിമംഗലത്തിന്റെ അകത്തളത്ത് നിന്ന് പറയണ്ട, തെരുവിൽ ചെന്ന് പറഞ്ഞാ മതി. നിന്നെപ്പോലെ ഒരുത്തിക്കും അതിനുള്ള യോഗ്യതയേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല എടുത്തി. പണ്ട് ഇവളുടെ തള്ള ഇതേ സ്വഭാവം കാണിച്ചതല്ലേ ഇവള് ജനിക്കാൻ തന്നെ കാരണം. അപ്പൊ പിന്നെ അമ്മയുടെ വഴി മോള് പിന്തുടർന്നല്ലേ പറ്റൂ. കണ്ണു താഴ്ത്തടി, എന്നിട്ടേ ഇറങ്ങി പോ നോക്ക്. തൽക്കാലം ഇത് പ്രിയങ്കമോളെ അറിയിക്കാതിരിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാരും വിളിച്ചുകൂട്ടി ഞാൻ നിന്നെ പടിയിറക്കേനെ. ഇറങ്ങിക്കോ. ഇവിടെ വാടി, ഇറങ്ങടി അങ്ങോട്ട്. അവിടെ ഒരു ബാഗ്. ഇനി നിന്റേതായിട്ട് ഒരു സാധനം പോലും ഇവിടെ ഉണ്ടാവരുത്. ഉണ്ടായാലേ ആ പേരും പറഞ്ഞ് പിന്നെ നീ ഇങ്ങോട്ട് വരും. കൊണ്ടുവയ്ക്കോ. പിടിക്കടി, പിടിക്കാൻ. ഇറങ്ങി പോയിക്കോ. പോ, ഇറങ്ങാൻ. ചേച്ചിതെവിടെ പോവാ? അത് വീട്ടിലേക്ക്. അതെന്താ പോകുന്നവരെ എന്നോട് പറയാതിരുന്നേ? കുറച്ചു ദിവസം കൂടി എന്റെ കൂടെ ഉണ്ടാവുന്നല്ലേ ചേച്ചി എന്നോട് പറഞ്ഞേ? അത് ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. ഒന്ന് പോയി കാണണം തോന്നി.